അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന അവസാന പരീക്ഷ കിതാബുൽ ഫിഖ് ആയിരുന്നു. വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷ കൂടെയായിരുന്നു. ഒന്നാമത്തത് ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം, തലമറക്കാതെ നിസ്കരിക്കുന്നു. അത് ശരിയാണോ? തലമറക്കാതെ നിസ്കരിക്കൽ ശരിയാണോ? അല്ല, തെറ്റാണ്. കളിയെ കുറിച്ച് ആലോചിച്ച് നിസ്കരിക്കുന്നു. ശരിയാണോ? നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ചിന്തകള്, കളിയെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നല്ലതാണോ? അല്ല, തെറ്റാണ്. മൂന്നാമത്തത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നു. ശരിയാണ്. നിസ്കാരത്തിന്റെ ഒരു ഷർത്തും കൂടെയാണ് ഖിബിലയിലേക്ക് തിരിയുക എന്നുള്ളത്. ശരിയാണ്. നാലാമത്തത് ഭക്തിയോടെ നിസ്കരിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, മറ്റുള്ള ചിന്തകളൊന്നുമില്ലാതെ അള്ളാഹ് എന്നുള്ള ചിന്തയിൽ അള്ളാഹുവിനെ പേടിച്ചിട്ടുള്ള ഒരു നൃത്തം, അതിനാണ് ഭക്തി എന്ന് പറയുക. അങ്ങനെ ഭക്തിയോടെ നിസ്കരിക്കുന്നു, അത് ശരിയാണ്. ആദ്യത്തെ രണ്ടെണ്ണം തെറ്റും, രണ്ടാമത്തെ രണ്ടെണ്ണം ശരിയുമാണ്. ഇനി അടുത്തത് രണ്ടാമത്തത്, നിസ്കാര രൂപം ക്രമത്തിലാക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ സുജൂദ്, ഇഅ്തിദാല്, സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, തക്ബീറത്തുൽ ഇഹ്റാം, നിയ്യത്ത്, റുകൂ, അങ്ങനെ നിസ്കാരത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളത് ശരിയായ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഏതാണ്? നിയ്യത്താണ്. രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ആണ്. മൂന്നാമത്തത് റുകൂ ആണ്. നാലാമത്തത് ഇഅ്തിദാല്. അഞ്ചാമത്തത് സുജൂദ്. ആറാമത്തത് സുജൂദിന്റെ ഇടയിലെ ഇരുത്തം. ഇങ്ങനെ ക്രമപ്രകാരം ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തത് പൂരിപ്പിക്കാം. സുബഹിയില് നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം ഖുനൂത്ത് ഓതണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഖുനൂത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്. ഫീമൻ എന്ന് അവിടെ എഴുതി കൊടുക്കണം. വആഫിനി വആഫിനി ഫീമൻ ആഫൈത്. ആഫിനി എന്ന് അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ വതവല്ലനി ഫീമൻ തവല്ലൈത്. തവല്ലനി എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഈ രൂപത്തിൽ അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തത് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അതുവരെ നമ്മൾ അവിടെ പൂർത്തിയാക്കണം. പിന്നെ വമാ അഅലൻതു വമാ അസ്റഫ്തു എന്നുള്ളത് അവിടെയുണ്ട്. ഈ രൂപത്തിൽ ഒന്നാമത് ഖുനൂത്തും, രണ്ടാമത് അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന് ശേഷമുള്ള ആ ഒരു ദുആഉമാണ് അവിടെ തന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ അത് എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാലാമത്തത് പൂർത്തിയാക്കാം. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, അല്ലെ? നിസ്കരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് അവിടെ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് വുളൂഇൽ ചെവി രണ്ടും ഒന്നിച്ച് തടവണം. വുളൂഇൽ ചെവി രണ്ടും ഒന്നിച്ച് തടവണം. ഇനി മൂന്നാമത്തത്, രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. ഒരു റക്അത്ത് പൂർത്തിയായി. നാലാമത്തത്, അവസാനത്തെ തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ള ആ ദുആ. ഇനി വേർതിരിക്കാം. ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങളുണ്ട്, നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്? ഭ്രാന്ത്, നെറ്റി, മത്ത്, 2 കാൽമുട്ടുകൾ, മൂക്ക്, ബോധക്ഷയം. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കുക. സുജൂദിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ. ബ്രാക്കറ്റിൽ ഉത്തരമുണ്ട്, നമ്മൾ അടുത്തെഴുതിയാൽ മതി. സുജൂദിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? നെറ്റി, അതുപോലെ 2 കാൽമുട്ടുകൾ, മൂക്ക്. ഇതൊക്കെ സുജൂദിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങളാണ്. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭ്രാന്ത്, അതുപോലെ മത്ത്, ബോധക്ഷയം. അത് ബ്രാക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, 2 വീതം എഴുതാം. വുളൂഇൽ തടവേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? വുളൂഇൽ കഴുകുന്ന അവയവങ്ങളും ഉണ്ട്, അതുപോലെ തടവുന്ന അവയവങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ് തടവേണ്ട അവയവങ്ങൾ? തല, ചെവി. ഇത് രണ്ടും തടവേണ്ട അവയവങ്ങളാണ്. ഇനി ഫർള് നിസ്കാരങ്ങൾ. 5 നേരത്തെ നിസ്കാരങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതെങ്കിലും 2 എഴുതാം. സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതുകയാണ് വേണ്ടത്. ഇനി ഉത്തരം എഴുതാം. ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് 5-ാമത്തേത് ഏത് എന്നാണ് ചോദ്യം. ഇസ്ലാം കാര്യങ്ങൾ 5 ഉണ്ടല്ലോ, അതിൽ നിന്ന് 5-ാമത്തേത് ഏതാണ്? ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് 5-ാമത്തേത്.
ഇനി അവസാനത്തത് കുനൂത്തിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ന് 2ാം ക്ലാസ്സിൽ നടന്ന ഫിഖ്ഹിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.